റിയാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ താജ്മഹലിനെ കുറിച്ചാണ്. കേട്ടുകൊണ്ട് നമുക്ക് അറിവ് നേടാം. മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഇത്. പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകളിൽ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷമെടുത്തു എന്നാണ് കണക്ക്. 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി. വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ. ഇതിൻ്റെ പണി ഏകദേശം 1632 തുടങ്ങി 1653 തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ 3ാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ 1631 തൻ്റെ 14ാമത്തെ കുട്ടിയായ ഗഹുറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ വിവാഹത്തിൻ്റെ 18ാം വർഷത്തിൽ മരിച്ചു. അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയുമുള്ള കാലമായിരുന്നു. പക്ഷേ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിലാവുകയായിരുന്നു. മുംതാസ് മഹലുമായുള്ള ഷാജഹാൻ്റെ അഗാധ പ്രേമമാണ് താജ്മഹൽ പണിയുവാനുള്ള പ്രേരണയായതെന്നാണ് കാലാനുസൃത വിവരങ്ങൾ കാണിക്കുന്നത്. താജ്മഹലിൻ്റെ പണികൾ മുംതാസിൻ്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ തുടങ്ങുകയുണ്ടായി. 1648 ഒരു അടിസ്ഥാന ശവകുടീരം പണിതീർന്നു. പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ടാണ് പണിതീർത്തത്. ഷാജഹാൻ ചക്രവർത്തി സ്വന്തം വാക്കുകളിൽ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: Should guilty seek slim here, like one pardoned, he becomes free from sin. Should a sinner make his way to his mansion, all his past sins are to be washed away. The sight of this mansion creates sorrowing sighs, and the sun and the moon shed tears from their eyes. In the world this edifice has been made to display thereby the Creator's glory. താജ്മഹൽ പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. ഇതുകൂടാതെ തിമുർ രാജവംശത്തിൽ നിന്നുള്ള വാസ്തുവിദ്യയുടെയും പ്രചോദനം ഇതിൻ്റെ രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്നു. സമർക്കണ്ടിലെ ഗുറേ അമീർ എന്ന കെട്ടിടം ഹുമയൂണിൻ്റെ ശവകുടീരം, ചിലപ്പോൾ തെറിയ താജ് എന്നും അറിയപ്പെടുന്നു. ഡൽഹിയിലെ ഷാജഹാൻ്റെ സ്വന്തം നിർമ്മിതിയായ ജുമാ മസ്ജിദ് എന്നിവയിൽ നിന്നും വാസ്തുപ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് താജ്. ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങൾ എല്ലാം തന്നെ ചുവന്ന മൺകല്ലിലാണ് പണിതിരുന്നത്. പക്ഷേ ഷാജഹാൻ താജ്മഹൽ പണിയുന്നതിന് വെണ്ണക്കല്ലും വിലപിടിപ്പുള്ള മറ്റ് ചില കല്ലുകളും ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുമൂലം മുഗൾ കാലഘട്ടത്തിലെ മറ്റ് കെട്ടിടങ്ങളെക്കാൾ താജ്മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവരുന്നു. മുംതാസിനോടുള്ള ഷാജഹാൻ്റെ പ്രണയത്തെയും അതിൻ്റെ സ്മാരകമായ ഈ സൗധത്തെയും കുറിച്ച് ടാഗോർ ലവേഴ്സ് ഗിഫ്റ്റ് എന്ന ഒരു കവിതയിൽ പരാമർശിക്കുന്നു. താജ്മഹലിൻ്റെ പുറമേയുള്ള അലങ്കാരങ്ങൾ മുഗൾ വംശത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അലങ്കാരങ്ങളെല്ലാം കൃത്യമായ അനുപാതത്തിലാണ് പിസ്താക്കുകളിലും ചുമരുകളിലും ചെയ്തിരിക്കുന്നത്. അലങ്കാരങ്ങൾ പ്രധാനമായും 3 രീതിയിലാണ്: പെയിൻറ് ഉപയോഗിച്ചും കുമ്മായച്ചാന്ത് ഉപയോഗിച്ചും, കൂടാതെ പ്രധാന രീതിയായി മാർബിളിൽ കൊത്തിയതുമാണവ. ഇസ്ലാം മതത്തിൻ്റെ പ്രാധാന്യങ്ങളും വിലക്കുകളും കണക്കിലെടുത്ത് അലങ്കാരങ്ങൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് കയ്യക്ഷരങ്ങൾ ഉപയോഗിച്ചതും സസ്യലതാദികളുടെ രൂപാകൃതിയിലുമാണ്. താജ്മഹലിന് ചുറ്റിലും ഏകദേശം 300 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഉദ്യാനമാണ് ബാഗ് ഉദ്യാനം. ഇതൊരു യഥാർത്ഥ മുഗൾ ഉദ്യാനമായി കണക്കാക്കപ്പെടുന്നു. ഈ ഉദ്യാനത്തിന് നടുവിലൂടെ ഉയർത്തിയ വഴികൾ കൊണ്ട് ഉദ്യാനത്തിന് 4 ഭാഗങ്ങളായും 16 പൂത്തടങ്ങളായും തിരിച്ചിരിക്കുന്നു. താജ്മഹൽ കെട്ടിട സമുച്ചയം ചുറ്റിലും ചെത്തി ഭംഗി വരുത്തിയിരിക്കുന്ന ചെങ്കൽ കൊണ്ടും ചുമരുകൾ കൊണ്ടും മറച്ചിരിക്കുന്നു. 3 വശങ്ങൾ ഇത്തരത്തിൽ മറച്ചിരിക്കുകയും യമുനാ നദിയുടെ ഭാഗം തുറന്നു കിടക്കുകയും ചെയ്യുന്നു.
താജ്മഹൽ പണിതീർത്തിരിക്കുന്നത് ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്ര നഗരത്തിൻ്റെ തെക്ക് ഭാഗത്ത് യമുനാ നദിയുടെ തീരത്താണ്. മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയായിരുന്നു ഇത്. പകരമായി ഷാജഹാൻ മഹാരാജ ജയ്സിംഗിന് ഒരു കൊട്ടാരം നൽകി എന്നാണ് പറയപ്പെടുന്നത്. താജ്മഹൽ പണിയുന്നതിനായി ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ എത്തിച്ചു. 1000-ത്തിലധികം ആനകളെ സാധനങ്ങൾ പണിസ്ഥലത്തെത്തിക്കുന്നതിനായി ഉപയോഗിച്ചു. മാർബിൾ രാജസ്ഥാനിൽ നിന്നും, ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും, ജേഡ് ക്രിസ്റ്റൽ എന്നിവ